ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അയ്യോ, എൻ്റെ കൂടെ ഒരാൾ കൂടി ഉണ്ടായിരുന്നു, ആളെ കാണാനില്ല. നോക്കട്ടെ ഏട്ടാ എവിടെ പോയി എന്നുള്ളതാണ്. അപ്പോൾ ഞാനിങ്ങനെ നമ്മുടെ ബെൻസിർ ഹോസ്പിറ്റലിൽ നിൽക്കുകയാണ്. എൻ്റെ കൂടെ നിൽപ്പുണ്ടായിരുന്നു നമ്മുടെ RJ രേഷ്മ. എവിടെ പോയി എന്ന് നമുക്ക് നോക്കാം. അടിപൊളി, ആളെ കണ്ടു കിട്ടിയിട്ടുണ്ട് നമ്മുടെ ബെൻസിർ ഹോസ്പിറ്റലിൽ കോഫി ഷോപ്പിൽ കേട്ടോ. നമ്മുടെ ബെൻസിർ ഹോസ്പിറ്റലിലെ കോഫി ഷോപ്പിൻ്റെ മുമ്പിൽ നമ്മുടെ രേഷ്മ നിൽപ്പുണ്ട്. നിങ്ങൾക്ക് കാണാവോ? അത് നേരെ നോക്കിക്കണ്ടാൽ ഒരു യെല്ലോ ഡ്രസ്സ് കാണാൻ സാധിക്കും. അത് നമ്മുടെ രേഷ്മയാണ്. നമുക്ക് പോയി നോക്കാം. അങ്ങനെ നമ്മുടെ രേഷ്മയെ കണ്ടു കിട്ടിയിട്ടുണ്ട്. രേഷ്മ, നീ എന്താ ഇവിടെ വന്നേ? എനിക്ക് വിശക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മുടെ രേഷ്മ ഒരു ഡോക്ടറെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ കോഫി ഷോപ്പും പേടിയോ, ഡോക്ടറുമായിട്ട് എന്താണ് ബന്ധം? മൂക്കുത്തി കഥ കേട്ടിട്ട് നിൽക്കുന്ന നമ്മുടെ ചേച്ചി. ഇത് അടുത്ത കഥയാണ് കേട്ടോ. എന്തായിരിക്കും നമ്മുടെ ഡോക്ടറും അത് എനിക്ക് മൈഗ്രെയിൻ ആയിട്ട് പോയപ്പോ നല്ല തലവേദനയായിരുന്നു. അങ്ങനെ ഞങ്ങൾ മൈഗ്രെയിൻ ആയിട്ട് ഡോക്ടറെ കാണാൻ പോയി. അപ്പൊ അടിച്ചമ്മ മൈഗ്രെയിൻ ആണെന്ന് പറഞ്ഞു. അപ്പൊ ഡോക്ടർ പറഞ്ഞു വിശന്നിരിക്കാൻ പാടില്ല എന്ന്. അങ്ങനാണെങ്കിൽ അപ്പൊ ഞാൻ വെച്ച് എനിക്ക് വിശന്നപ്പം ഇവിടെ കോഫി ഷോപ്പിൽ വന്ന് മുട്ടായിയൊക്കെ വാങ്ങിച്ച് കഴിക്കാറ്. അങ്ങനെ ഞാൻ മുട്ടായികളൊക്കെ വാങ്ങിച്ചു. ഞാൻ അടുത്ത 2 മഞ്ചിനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ശ്രീലക്ഷ്മിക്കൊക്കെ വേണ്ടിയിട്ട് ചേച്ചി അവിടെ എടുത്തോണ്ടിരിക്കുകയാണ് മഞ്ചൊക്കെ. അല്ല, എനിക്ക് അസുഖം ഇല്ല കേട്ടോ സത്യത്തിൽ. പക്ഷെ എനിക്ക് ആ അസുഖമുണ്ട്, എനിക്ക് വിശപ്പിന്റെ അസുഖം ഉണ്ടാകുന്നതുകൊണ്ട് ഞങ്ങളങ്ങനെ കഴിക്കാൻ വന്നിരിക്കുകയാണ്. അപ്പൊ ചേച്ചി ഒന്ന് ഓർത്ത് നോക്കുക, വിശപ്പൊരു അസുഖമാണ് കേട്ടോ. അപ്പൊ നമ്മളുടെ ഈ മൈഗ്രെയിൻ സാധാരണ നമ്മുടെ ഈ രേഷ്മയുടെ ഈ തലവേദന ഞങ്ങൾക്കാണ് ഇത് തലവേദന ആയിക്കൊണ്ടിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് വിശക്കുന്നുണ്ട്. അതുകൊണ്ട് നോക്കുന്ന ഡോക്ടർ ഈ വിശപ്പൊന്ന് കുറയ്ക്കാൻ എന്തെങ്കിലും മാർഗം ഉണ്ടാവുമോ? ഇപ്പൊ എപ്പോ വിശന്നാലും പറയുന്നത് മൈഗ്രെയിൻ ആയതുകൊണ്ട് വിശന്നിരിക്കാൻ പാടില്ലെന്നാ കണ്ട. അതെ അതെ, അതാ ഇതിപ്പോ ഞങ്ങൾക്കൊരു തലവേദന ആവുകയാണ്. എത്ര ചേച്ചി? എത്ര? 25 രൂപയുടെ സാധനം, അതായത് മിഠായി നമ്മുടെ രേഷ്മ വാങ്ങിച്ചിരിക്കുകയാണ്. പൈസ കൊടുത്തോളൂ രേഷ്മ. അത് എന്റെ പോക്കറ്റില്. ഈ വിശപ്പൊന്ന് കുറയ്ക്കാൻ എന്തെങ്കിലും മാർഗം ഉണ്ടാവോ? അല്ലെങ്കിൽ ഇവളുടെ ഈ അസുഖം തീരുന്നവരെ ഈ വിശപ്പ് മാറ്റാൻ വേണ്ടി ഞാൻ ബാങ്കിൽ നിന്നും ലോൺ എടുക്കേണ്ടതായിട്ട് വരും. ഗൈസ് പ്ലീസ്, ഇതെന്റെ ഒരു അപേക്ഷയാണ്. ഡോക്ടർ ഇത് കേൾക്കുന്നുണ്ടാവുമോ?